ഗൈസ് ഗൈസ് ഇന്ന് പറയാനുള്ളത് വേറെ ഒന്നുമില്ല. ക്രിസ്മസ് ലീവൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ നമ്മുടെ പഠിക്കുന്ന സ്ഥലത്തെത്തി. അതായത് മെഡിക്കൽ ഫീൽഡാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പെരിന്തൽമണ്ണയാണ് പഠിക്കണതെന്നുള്ളത്. അപ്പോൾ പറയാനുള്ളത് വേറെ ഒന്നുമില്ല. ഈ മെഡിക്കൽ ഫീൽഡുകാർക്ക് കൊടുക്കുന്ന ലീവിൽ കുറച്ച് കുറഞ്ഞു പോയി. അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ളവർക്ക് ഒരു 10, 12, 13, 14 ദിവസം കൊടുക്കുമ്പോൾ ഓക്കെ, അതൊന്നും നമുക്ക് എന്തായാലും കിട്ടില്ല. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന ഫീൽഡും അങ്ങനെയാണ്. പിന്നെ നമ്മൾ സ്റ്റുഡൻസിലാണ് കേട്ടോ, നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇൻറ്റേൺഷിപ്പാന്ന് പറഞ്ഞിട്ട് എക്സാക്ട്ലി ഒരു 5 or 6 ദിവസം പോലും മര്യാദയ്ക്ക് തയ്ക്കാൻ പറ്റാത്ത ലീവ് തരുമ്പോൾ അത് വളരെ മോശമായിപ്പോയി. അത്രല്ല, ആ ലീവും കൂടി ഇല്ലായിരുന്നു. വീട്ടിൽ പോയിട്ട് ക്രിസ്മസൊക്കെ ഒന്ന് ആഘോഷിച്ച് സെറ്റായി വന്നപ്പോഴത്തേക്ക് ലീവും കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, റൂമിലെത്തി. ഇനി ഈ പഴയ ഷെഡ്യൂൾ തന്നെ. ഹോസ്പിറ്റലിൽ പോകുന്നു, വരുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു, വരുന്നു. സർവീസ് ചെയ്യാൻ, അതായത് വർക്ക് ചെയ്യാൻ മടിച്ചിട്ട് പറയുന്നില്ല. പക്ഷെ നമ്മളൊരു ലീവ് കൊടുക്കുന്നുണ്ടല്ല, അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നല്ല പ്രോപ്പറായിട്ടൊന്ന് കൊടുക്കുക. ലീവ് ഒരു 10 ദിവസം കൊടുത്ത് നമുക്കൊന്ന് തൃപ്തിയാവും. നമ്മൾ പറയുന്നതിലൊരു ഇതുണ്ട്, നമുക്കും വീട്ടുകാരും കുടുംബമൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഒന്ന് പോയി കണ്ട് നമ്മൾ സെറ്റായി വരുമ്പോഴത്തേക്ക് ഒരു തൃപ്തി മനസ്സിൽ വരും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന തൃപ്തി ഇല്ലാതെയാണ്. അപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലെ വലിയ വലിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒരു മൈൻഡിൽ വെക്കുക. മൈൻഡിൽ വെച്ച് തന്നാൽ പ്രവർത്തിക്കുക. എങ്ങനെ ചെയ്യുകയെന്ന് വെച്ചാൽ കൊടുക്കുന്നതിൽ ഒരു 10 ദിവസം കൊടുക്കുക. ഇത് 5 ഇല്ല 6 ഇല്ല, ഇങ്ങനത്തെ ഒരു ലീവ് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വിളിച്ച് കഴിഞ്ഞാൽ വളരെ മോശമായി പോയി എന്തായാലും.